ഞാൻ പോയി മഹേട്ടിന് ചായ എടുക്കട്ടെ. ഇത്രയൊക്കെ ആന്റി ലോക്ക് ഇട്ടിട്ടും അവരൊരുമിച്ച് കിടന്നു. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. അടുക്കളക്കാരി തന്നെയാടി. നിന്റെ സ്ഥാനം എന്നും വേലക്കാരുടേത് മാത്രമായിരിക്കും. ഈ വീട്ടിലെ പാത്രം കഴുകിയും പണിയെടുത്ത് നീ അവസാനിക്കും. നോക്കിക്കോ. കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവ് ഒരു മുറിയിലല്ലേ കിടക്കേണ്ടത്? നിങ്ങളെന്താ രണ്ടിടത്തായത്? ഞാൻ വർഷങ്ങളോളം കൊതിച്ച് കാത്തിരുന്നതായിരുന്നു മഹിയേട്ടനുമായിട്ടുള്ള വിവാഹം. പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. പക്ഷേ നിനക്ക് ആ സൗഭാഗ്യം കിട്ടി. എന്നിട്ടും നീ എന്താ മഹിയേട്ടനെ അകന്നു കഴിയുന്നേ? അല്ല, എന്താ നിന്റെ പ്രശ്നം? നിന്റെ മനസ്സിൽ മഹിയേട്ടനില്ലേ? അതെങ്ങനെ ഉണ്ടാവാനാ? അവളുടെ വിവാഹം നിശ്ചയിച്ചതും മോതിരമാറ്റം നടന്നതും എല്ലാം നകുലുമായിട്ടല്ലേ? കല്യാണ മണ്ഡപത്തില് താലി കെട്ടാനായി കഴുത്ത് നീട്ടിക്കൊടുക്കുമ്പോ പെട്ടെന്ന് മറ്റൊരാൾ താലി കെട്ടിയാ ഗംഗയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആചാരപ്രകാരം അത് വിവാഹമായി എന്ന് കരുതി മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ പെട്ടെന്നങ്ങ് മായ്ച്ചു കളഞ്ഞ് പുതിയതെടുത്തു വെക്കാൻ പറ്റുമോ? അതാണോ കാര്യം? അപ്പോ ഗംഗയുടെ മനസ്സിൽ ഇപ്പോഴും നകുലാണല്ലേ? അവിടെ ഇപ്പോഴും മഹിയേട്ടന് സ്ഥാനം കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല. നീ വെറുതെ ഓരോന്ന് പറയാൻ ശ്രമിക്കേണ്ട ഗംഗ. നിന്റെ മനസ്സിൽ മഹിയുണ്ടെങ്കിൽ നീ എന്തിനാ അവനെ നകന്നു നിൽക്കുന്നേ? എന്താ കഴിക്കാതെ നിൽക്കുന്നേ? ഗംഗ അവിടെ ഇരിക്കേ. ഗംഗ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വേണം എപ്പോഴും ഇരിക്കാൻ. ഇരിക്കേ ഗംഗേ. ഞാൻ എല്ലാവർക്കും ആവശ്യമുള്ളത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന. അതെന്തിനാ? കഴിക്കാനുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. താനെ എടുത്ത് കഴിക്കാന്നതല്ലേ ഉള്ളൂ. ഗംഗേ ഇരിക്കേ ഗംഗേ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വേണം ആഹാരം കഴിക്കാൻ.
ശ്രേയ കഴിക്കുന്നില്ലേ? അച്ഛനിനി അമ്മയ്ക്ക് വാരിക്കൊടുക്ക്. നമുക്ക് 3 പേർക്കും കൂടി ഇന്ന് അമ്പലത്തിൽ പോണം. അതിനെന്താ, പോവാലോ. ഇന്ന് വേണ്ട മാളു, നമുക്ക് വേറൊരു ദിവസം പോവാം. അതെന്താ ഇന്ന് പോയാല്? ഇന്ന് അച്ഛനും നേരത്തെ വരാന്ന് പറഞ്ഞതാ. നമുക്ക് 3 പേർക്കും കൂടി ഇന്ന് പോവാൻ ഗംഗേ. ഇന്ന് പറ്റാത്തതുകൊണ്ടാ. നമുക്ക് വേറൊരു ദിവസം പോവാം. മഹേട്ടനോട് എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ ശ്രീ മഹേശ്വര. ഞാൻ കാരണം മഹേട്ടന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. നകുലേ, നീ മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യമൊന്നും അല്ല ഇതെന്നാ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ബോംബെയിൽ നിന്ന് വന്നത് അവൾക്ക് വേണ്ടി മാത്രമാണ്. നീ ഗംഗയുടെ ഫോട്ടോ കാണിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന് നിനക്ക് കണക്കില്ലെങ്കിലും എനിക്കത് കണക്കുണ്ട്. ഞാൻ മുടക്കിയ പണം ഞാൻ മുതലാക്കും. അതിന് ഗംഗയെ കിട്ടിയില്ലെങ്കിലും നിന്നെ കൊന്ന് നിന്റെ കിഡ്നി എടുത്ത് വിറ്റിട്ടാണെങ്കിലും ഞാൻ മുതലാക്കും. ബോസ്, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ഗംഗയെ ഞാൻ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എത്ര പ്രാവശ്യം ശ്രമിച്ചെന്നറിയോ? പക്ഷെ അവളെ രക്ഷിക്കാൻ എന്തൊക്കെയോ ശക്തികൾ അവളോടൊപ്പം ഉണ്ട്. എന്ത് ശക്തികൾ? അതൊന്നും പറഞ്ഞ ആരും വിശ്വസിക്കില്ല. എന്താ? എത്ര വലിയ ശക്തൻ അവളെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് തുക്കാം. ഞാൻ വേണമെങ്കിൽ ബോംബെ നാളെ ഇറക്കാം. നിനക്ക് എത്ര പേര് വേണം കൂടെ? അത്രയോ ആളെ ഞാൻ തരാം. ആളും ആയുധമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതെന്താ? ഗംഗയുടെ രക്ഷയ്ക്ക് അവളുടെ കാവലായിട്ടുള്ളത് പ്രേതമാണ്. അതിനെ നമ്മൾ എങ്ങനെ ഒതുക്കാനാ? പ്രേതമോ? അതെ. ആക്സിഡന്റ് പറ്റിയപ്പോ നിന്റെ കിളി പറന്നു പോയോ? ഞാൻ പറഞ്ഞില്ലേ ബോസ്, ഞാൻ പറഞ്ഞ ഇതാരും വിശ്വസിക്കില്ല എന്ന്. എന്നെ പറ്റിക്കാൻ നീ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കരുത്. പ്രേതം കാവലുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് നീ ഗംഗയെ എത്തിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ പ്രേതമാക്കും. അതിലൊരു സംശയവും വേണ്ട. ഇക്കാര്യത്തിൽ ഇനിയൊരു സംസാരമില്ല. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ്. അതാമ്മേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇറങ്ങും അമ്മേ. മഹി, എന്താ മോനെ? എന്താ നിന്റെ മുഖത്തൊരു സങ്കടം? ഏയ്, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നത്. അമ്മയുടെ തോന്നലൊന്നുമല്ല. എനിക്കറിയാം നിന്റെ മനസ്സ്. നിന്നെ വേദനിപ്പിക്കുന്നത് ഗംഗ കാണിക്കുന്ന അകൽച്ചയല്ലേ മോനെ? നീ താലി കെട്ടിയിട്ടും എന്തിനാ
അവള് നിന്നെ അകറ്റി നിർത്തുന്നത്? ഒരു ഭർത്താവിനുള്ള ഒരു പരിഗണനയും ഗംഗ നിനക്ക് തരുന്നില്ല. അതല്ലേ നിന്റെ സങ്കടം? ഗംഗയുടെ പെരുമാറ്റത്തിൽ എനിക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞത് നുണയാ. പക്ഷേ അത് ഗംഗ എന്തുകൊണ്ട് ഈ അകൽച്ച കാണിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ്. അവൾ എന്നോട് കാര്യം തുറന്നു പറയുന്നില്ല. അതാ എന്റെ സങ്കടം. നീ ഗംഗയെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു. പക്ഷേ അവളത് ആഗ്രഹിച്ചിരുന്നോ? അതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗംഗയ്ക്ക് മഹിയേട്ടനോടുള്ള സ്നേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതൊക്കെ ശരിയാ. അവൾക്ക് മഹിയും മാളുവിനെയും ഇഷ്ടമൊക്കെ തന്നെ. പക്ഷേ അത് ഭർത്താവായിട്ട് കാണാൻ പറ്റുന്ന ഇഷ്ടമാണോ എന്ന് അറിയില്ലല്ലോ. നകുലുമായിട്ടുള്ള വിവാഹത്തിന് ഗംഗ മനസ്സുകൊണ്ട് തയ്യാറായതുമല്ലേ. അപ്പോ പിന്നെ അവളുടെ മനസ്സിൽ നകുല് തന്നെയാവും. അതാണ് മഹിയേട്ടനോട് ഈ അകൽച്ച. അത് നിന്നോടാരാ പറഞ്ഞത്? ഗംഗ എനിക്കറിയാം. അവളുടെ മനസ്സെന്താണെന്ന് എനിക്കാരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. മഹിയേട്ടൻ അങ്ങനെ ഉറപ്പിക്കാതെ. ഒരു പെണ്ണിന്റെ മനസ്സ് മഹിയേട്ടൻ അറിയാവോ? ഒരു സ്ത്രീ ഒരാളെ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടാ പിന്നെ പെട്ടെന്നൊന്നും അയാളെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കില്ല. അതെ മഹി, ശ്രേയ പറഞ്ഞതാ ശരി. എന്റെ അനുഭവത്തിൽ നിന്നാ ഞാൻ സംസാരിക്കുന്നത്. വിവാഹ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം മുതല് എന്റെ മനസ്സിൽ മഹിയേട്ടൻ ഭർത്താവിന്റെ സ്ഥാനത്തായിരുന്നു. ആ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ തന്നെ ആവില്ലേ ഗംഗയ്ക്ക്? ഗംഗയുടെ മനസ്സിൽ നിന്നും നകുല് പോയിട്ടുണ്ടാവില്ല. അതാ ഗംഗയ്ക്ക് ഭർത്താവായിട്ട് മഹിയേട്ടനെ കാണാൻ സാധിക്കാത്ത. അതെ, സത്യത്തിൽ മഹി ശ്രേയയോടെന്ന പോലെ ഗംഗയോടും ചെയ്ത തെറ്റാണ് ഈ വിവാഹം എന്നാ എനിക്ക് തോന്നുന്നത്. നീ എന്നെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് സത്യം. അല്ലെങ്കിൽ പിന്നെ 24 മണിക്കൂറും മഹേട്ടെന്ന് വിളിച്ചോണ്ട് നടന്നവള് എന്താ വിവാഹശേഷം നിന്നെ തിരിഞ്ഞു നോക്കാത്തെ? മഹേട്ടനൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ലമ്മേ. ഇതൊന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നതാ. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗംഗ എനിക്കറിയാം. ഈ ലോകത്ത് മറ്റാരവളെ മനസ്സിലാക്കുന്നതിലും നന്നായിട്ട് എനിക്ക് അവളെ മനസ്സിലാവും. അവൾക്ക് ഞാൻ എന്താണെന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ അവളുടെ സങ്കടം അത് ഞാൻ കണ്ടെത്തും, പരിഹരിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? വെറുതെ മഹിയേട്ടനെ ദേഷ്യം പിടിപ്പിച്ചില്ലേ? ഇപ്പോഴും മഹിക്ക് അവളെ വലിയ വിശ്വാസമാണല്ലേ നാത്തൂനെ? ആ വിശ്വാസം വലിയ തെറ്റായിരുന്നെന്ന് മഹി തന്നെ തുറന്നു പറയും. പറയിപ്പിക്കും ഞാൻ. സത്യമാണോ എന്റെ പറയുന്നത്? നിനക്കെന്നെ വിശ്വസിക്കാൻ ശ്രേയേ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നടത്തുന്നതിന് മുൻപ് ഗംഗയ്ക്കൊരു ലോക്കിടണം. ഒരു കാരണവശാലും അഴിക്കാൻ കഴിയാത്തൊരു ലോക്ക്. പിന്നെയാണ് അവൾ ഇതിനകത്ത് കിടന്ന് അനുഭവിക്കാൻ പോകുന്നത്. ഈ ദേവയാനി ആരാണെന്ന് ഗംഗയെ അറിയും. കേട്ടിട്ട് കൊതിയാവുന്നു. ഒന്ന് പെട്ടെന്ന് ചെയ്യുന്നാത്തൂനെ. എന്റെ മോളുടെ സ്ഥാനം തട്ടിയെടുത്തത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്ന് ഓരോ നിമിഷവും അവൾക്ക് തോന്നണം. അതെ ആന്റി, എന്നെ വേദനിപ്പിച്ചതിന് കരഞ്ഞെന്റെ കാലിൽ വീണ അവള്. അത് ഞാൻ സാധിച്ചു തരും. അവളുടെ വിശ്വാസത്തിലൂടെ തന്നെ അവളെ ഞാൻ എന്റെ വരുതിയിലാക്കും. എന്നിട്ട് വേണം മഹിയിൽ നിന്നും ഗംഗ എന്നേക്കുമായി അകറ്റാൻ. അത് ഈ കൈലാസത്തിലെ ദേവയാനിയുടെ ശപഥമാണ്.
ഗംഗ റെഡിയായോ? ആ ദാ ഇപ്പൊ ഇറങ്ങാം. രാഹുകാലത്തിന് മുൻപ് എത്തണം. രാഹുകാലം തുടങ്ങിയ അത് കഴിയും വരെ ജ്യോത്സ്യൻ പ്രശ്നം നോക്കുവോ ജാതകപ്പൊരുത്തം പറയുവോ ഇല്ല. ദിവസത്തിൽ 1.5 മണിക്കൂർ രാഹുകാലം. അത്രയും സമയം നമ്മളവിടെ വെറുതെ നിൽക്കേണ്ടി വരും. ഞാൻ റെഡിയാ, നമുക്ക് ഇറങ്ങാം. എവിടെ പോവാ? ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാ മോളെ. അയ്യോ, ഗംഗ ഇപ്പൊ പോയ എങ്ങനെയാ? എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോണം. അച്ഛനെയും ഗംഗയും കൂട്ടി പോകാനായിരുന്നത്. ഞാൻ അച്ഛനെ വിളിച്ചു പറയാം, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം ഗംഗേ. അതെങ്ങനെയാ മാളു? ഞങ്ങള് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാൻ ഇറങ്ങുന്ന കണ്ടില്ലേ? ഈ സമയത്ത് ഇങ്ങനെ വാശി പിടിച്ചാ എന്താ ചെയ്യാ? നമുക്ക് മാളുവിനെയും കൂടി കൊണ്ടുപോയ പ്രശ്നം തീരില്ലേ? തിരിച്ചു വരുന്ന വഴി മാളുവിന്റെ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങാം. അയ്യോ, നമ്മൾ പോകുന്നത് കുട്ടികളെയും കൊണ്ട് പോകാവുന്ന ഒരു സ്ഥലമല്ല. അവിടെ പല സ്ഥലത്തു നിന്നുള്ള ആളുകള് പല പ്രശ്നങ്ങളുമായിട്ട് വരുന്നതാ. ഗംഗ വെറുതെ സാഹചര്യം മനസ്സിലാക്കാതെ സംസാരിക്കരുത്. മാളു, ഇപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് പോയി എല്ലാം വാങ്ങിക്കാം. ഇന്ന് പോവാൻ പറ്റിയില്ലെങ്കിൽ നാളെ വാങ്ങിക്കാം. മാളു വെറുതെ വിഷമിക്കല്ലേ. മാളു വിഷമിച്ചാ എനിക്ക് സങ്കടാവില്ലേ? ഗംഗ വന്നാൽ ഉടനെ എന്റെ കൂടെ വരുമോ? വരാം. ഈ നാത്തൂനിതെന്താ താമസിക്കുന്നേ? എങ്കിൽ പോയിട്ട് വാ. ശരി. അമ്മ ഇത്ര കാര്യത്തോടെ ഗംഗയെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഇതിലെന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് അറിയട്ടെ. നല്ല പ്ലാനിങ്ങിലുള്ള പോക്ക. ഇന്നത്തോടെ മഹിയും ഗംഗയും രണ്ടായി തീരും. ഗംഗയെ കെണിയിലാക്കാനുള്ള എന്തോ പ്ലാനിങ് ആണല്ലോ. അവൾ ഈ വീട്ടില് മഹിയേട്ടനോടൊപ്പം താമസിക്കരുതമ്മേ. ഒരു തരത്തിലും രക്ഷയില്ലാതെ വന്നാ ഞാൻ ഗംഗയെ കൊന്നുകളയും. അതൊരിക്കലും നടക്കില്ല ശ്രേയ. നീ അതിന് ശ്രമിച്ചാ മരിക്കുന്നത് നീയായിരിക്കും. ആ കുട്ടിപ്പിശാച് വരുന്നുണ്ട്. നിന്റെ ഗംഗ നിന്നെ കൂട്ടാതെ പോയല്ലോ. അതിനെന്താ, ഗംഗ എന്നോട് പറഞ്ഞിട്ടാ പോയത്. എന്നാലും നിന്നെ കൊണ്ടുപോകാത്തതിൽ നിനക്ക് ദേഷ്യമില്ലേ? ഇല്ല, എനിക്ക് ഗംഗയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ കുട്ടിപ്പിശേഷന് അവൾ എന്തോ കൈവശം കൊടുത്തിരിക്കുക. അവള് കൈവശോ കാൽവശോ എന്ത് വേണേലും കൊടുത്തോട്ടെ. എന്ത് കൊടുത്താലും നാത്തൂ നിന്നവളുടെ ഫ്യൂസ് വരും. അത് ഉറപ്പാ. നീ നോക്കിക്കോ. നിനക്കുള്ളത് ഞാൻ ഇപ്പൊ തരാം. അയ്യോ, നീ എന്തിനടി എന്നെ തല്ലിയ? ഞാനും തല്ലിയില്ല. നോണ പറയുന്നോടി. അമ്മ എന്തായി കാണിക്കുന്നേ?
അവളുടെ ഒരു ചിരി. മര്യാദയ്ക്കൊന്നും എറിയാൻ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അവളുടെ ഒരു ചിരി കണ്ടില്ലേ? മോളെ, ഇതൊന്നും എന്റെ കുഴപ്പമല്ല. ആ ഗൗരി ഇവിടെ എവിടെയോ ഉണ്ടെന്നാ തോന്നുന്നേ. ആ നാശം നമ്മുടെ പ്ലാൻ എല്ലാം പൊളിക്കോ? ഗംഗയെ എവിടേക്കാ കൊണ്ടുപോയെന്ന് നോക്കണം. വാ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ.